Today's topic is different approaches to training need assessment. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ നീഡ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, യൂസസ് എന്താണെന്ന് കണ്ടു. പിന്നെ നമ്മളൊരു ഓർഗനൈസേഷനിൽ ട്രെയിനിങ്ങിൻ്റെ നീഡുണ്ട്, അതിൻ്റെ അസസ്മെൻറ്റ് എങ്ങനെയാണ് നടത്തണേ. നീഡ് അസസ്മെൻറ്റ് നടത്താൻ ഓർഗനൈസേഷൻ ഡിഫറെൻറ്റ് അപ്രോച്ചസ് യൂസ് ചെയ്യാറുണ്ട്. ആ അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എപ്പോഴാണ് ട്രെയിനിങ്ങിൻ്റെ നീഡ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുക? A training need exists when an employee lacks the knowledge or skill to perform an assigned task satisfactorily. When an employee in the organization lacks required skill and knowledge to perform the task successfully, there arise the need for training. അപ്പോഴാണ് ഒരു ട്രെയിനിങ്ങിൻ്റെ നീഡ് അവിടെ നമുക്ക് വരുന്നത്. ഇറ്റ് അറൈസസ് വെൻ ദർ ഇസ് എ വേരിയേഷൻ. എങ്ങനെയാണ് അത് മനസ്സിലാവുക നമുക്ക്? ഇങ്ങനെ റിക്വയർഡ് സ്കില്ല് ഇല്ല എന്നെങ്ങനെ മനസ്സിലാവുക? ഇഫ് ദർ ഇസ് എ വേരിയേഷൻ ബിറ്റ്വീൻ വാട്ട് ദി എംപ്ലോയി ഈസ് എക്സ്പെക്റ്റഡ് ടു ഡു ഓൺ ദ ജോബ് ആൻഡ് വാട്ട് ഹി ആക്ച്വലി പെർഫോം ദ ജോബ്. എന്താണ് അയാളിൽ നിന്ന്, ആ ജോലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്താണ് അയാൾ ആക്ച്വലി ചെയ്തത്, അത് തമ്മിലൊരു ഹ്യൂജ് ഡിഫറൻസ് വരുമ്പോഴാണ് ദർ അറൈസ് എ നീഡ് ഫോർ ട്രെയിനിങ്. സോ ഈ ട്രെയിനിങ് നീഡ് അസസ് ചെയ്യാൻ ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The different approaches are survey, group recommendation. Group recommendation നമ്മൾ അസസ് ചെയ്യുന്നത് by using GD or questionnaire. Then task identification, HR weaknesses, other sources of information, supervisors and self nominations. ഇങ്ങനെ ഡിഫറെൻറ്റ് അപ്രോച്ചസിലൂടെ 7 അപ്രോച്ചസിലൂടെയാണ് ഓർഗനൈസേഷൻ ട്രെയിനിങ് നീഡ്സ് അസസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ ബീയിങ് സർവേ. Survey the potential trainees to identify specific topics about which they want to learn more. ഏത് ഏരിയയിലാണോ, ഏത് ടോപ്പിക്കിലാണോ അവർക്ക് കൂടുതൽ അറിവ് വേണ്ടത്, ഏതാണോ കൂടുതൽ പഠിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്, ആ ടോപ്പിക്കിൽ നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്യും. It suggests that trainees are more likely to be receptive when they feel they are important or relevant in the organization. അവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്, ഓർഗനൈസേഷനിൽ അവർക്കൊരു വാല്യൂ ഉണ്ട്, റെലവൻ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് പ്രോഗ്രാമിനോട് അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യും, റിസെപ്റ്റീവ് ആവും, ആക്സെപ്റ്റ് ചെയ്യും അവരത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അപ്രോച്ചാണ് സർവേ. ദെൻ ദ സെക്കൻഡ് അപ്രോച്ച് ഈസ് ഗ്രൂപ്പ് റെക്കമെൻഡേഷൻ. The group expertise may be tapped through GD, questionnaire, Delphi procedure or nominal group meeting. ഗ്രൂപ്പ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തുകൊണ്ടോ, GD ഗ്രൂപ്പ് ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്തുകൊണ്ടോ, അതല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് കാണുന്നത്, ഗ്രൂപ്പിൻ്റെ എക്സ്പെർട്ടൈസ്, ഒരു ഗ്രൂപ്പിൻ്റെ ബിഹേവിയർ നമ്മൾ അസസ് ചെയ്യണത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ, കോമൺലി നോൺ ആസ് GD. Group discussion resembles a face-to-face interview technique. Example, structured or unstructured interview, formal or informal interview or somewhere in between. നമ്മൾ കണ്ടിട്ടുള്ള ആ ഇൻ്റർവ്യൂവിൻ്റെ, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിൻ്റെ അതേ മെത്തേഡാണ് ഏത്, ഗ്രൂപ്പ് ഡിസ്കഷൻ. അവിടെ നമ്മൾ ഗ്രൂപ്പിനൊരു ടോപ്പിക്ക് കൊടുക്കുകയാണ്, ഓരോരുത്തരോടും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാൻ പറയും. ആ അഭിപ്രായങ്ങൾ ആര് ലീഡ് ചെയ്യണോ, അവരെങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യണം, അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യണം. And it is focused on the job analysis, group problem analysis, group goal setting or any number of group task or theme. അവിടെ നമ്മൾ അനലൈസ് ചെയ്യണത് ഗ്രൂപ്പ് ഗോൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ജോബ് അനാലിസിസ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ടാസ്കുകൾ. അവിടെ ലീഡർഷിപ്പൊക്കെ വലിയ വലിയ ബോർഡിന് ലീഡർഷിപ്പ് ട്രെയിനിങ് നീഡ്സ് ഓഫ് ദ ബോർഡ്, അവരുടെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിനൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് GD. Then it uses one or several of the familiar group facilitating techniques, brainstorming, nominal group process, force field, conscience ranking, organizational mirroring, simulation and sculpting. ഇങ്ങനെ ഡിഫറെൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ ഈ ഒരു GD കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് GD കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് സിന്തസിസ് ഓഫ് ഡിഫറെൻറ്റ് വ്യൂ പോയിൻ്റ്. ഒരു എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് കൊടുത്താൽ അതിൻ്റെ സ്പോട്ടായിട്ടുള്ള മറുപടികൾ അല്ലെങ്കിൽ സ്പോട്ടായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. ദെൻ ഇറ്റ് ബിൽഡ്സ് സപ്പോർട്ട് ഫോർ ദ പർട്ടിക്കുലർ സർവീസ് റെസ്പോൺസ് ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഡിസൈഡിങ് ഓൺ. പലരുടെയും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതിലൊരു അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരുപാട് റെസ്പോൺസ് നമുക്ക് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് കിട്ടും.
പിന്നെ ഡിക്രീസസ് ക്ലയൻറ്റ്സ് ഡിപ്പെൻഡൻസ് റെസ്പോൺസ് ടുവേർഡ്സ് സർവീസ് പ്രൊവൈഡർ സിൻസ് ഡാറ്റ അനാലിസിസ് എ ഷെയർഡ് ഫംഗ്ഷൻ ഹെൽപ്സ് പാർട്ടിസിപ്പൻസ് ടു ബിക്കം ബെറ്റർ പ്രോബ്ലം അനാലിസ്റ്റ് ബെറ്റർ ലിസണേഴ്സ് എക്സെട്ര. പിന്നെ ഒരുപാട് ഡാറ്റ നമുക്കിതിലൂടെ ഒരു ഒരുപാട് ഡാറ്റകൾ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഒരു പോയിൻറ്റിന് കിട്ടാൻ സാധിക്കും. അതേപോലെ ഒരു നല്ല ലിസണർ ആവാനായിട്ട് നമ്മുടെ കാൻഡിഡേറ്റ്സിന് എംപ്ലോയീസിന് സാധിക്കും. ബെറ്റർ പ്രോബ്ലം അനലിസ്റ്റ്, ഒരു പ്രോബ്ലം വന്നാൽ അതിനെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളൊരു പ്രോബ്ലം അനലിസ്റ്റ് ആവാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതൊരു നല്ല ചോയ്സായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനെ എടുക്കാം. ട്രെയിനിങ് നീഡ്സ് അറിയാനുള്ള ഒരു ഇതറിയാം. അതേസമയം തന്നെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്, ടൈം കൺസ്യൂമിങ് ആണ്. അത് തന്നെയല്ല ഇനീഷ്യലി അത് എക്സ്പെൻസീവും ആണ്. പിന്നെ ഇറ്റ് പ്രൊഡ്യൂസ് ഡാറ്റ ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു സിന്തസൈസ് ആൻഡ് ക്വാണ്ടിഫൈ മോർ പ്രോബ്ലം വിത്ത് ലെസ് സ്ട്രക്ചർ ടെക്നിക്ക്. ഇവിടെ GDയിൽ പിന്നെ നമ്മൾ പറയുന്നത് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഡാറ്റേനെ അനലൈസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന്. അതായത് സെപ്പറേറ്റ് വ്യൂ പോയിൻറ്റ്സ് കിട്ടും, പക്ഷേ അത് നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഡാറ്റയാണ് കിട്ടുക. ഇതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. സെക്കൻഡ് വൺ ഈസ് ക്വസ്റ്റ്യനയർ. ഗ്രൂപ്പ് റെക്കമെൻഡേഷൻസ് അറിയാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ക്വസ്റ്റ്യനയർ. ക്വസ്റ്റ്യനയർ മേ ബി ഇൻ ദ ഫോം ഓഫ് സർവേസ് ഓർ പോൾസ് ഓഫ് എ റാൻഡം ഓർ സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ. നിങ്ങൾക്കറിയാമല്ലോ ക്വസ്റ്റ്യനയർ എന്ന് പറഞ്ഞാൽ എന്താ? എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സർവേ മെത്തേഡിലൂടെയോ അല്ലാതെയോ നമ്മൾ സെലക്ട് ചെയ്യുന്ന പോപ്പുലേഷനിലേക്ക് ഈ ക്വസ്റ്റ്യനയർ അങ്ങോട്ട് കൊടുക്കും. അവിടെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഉണ്ടാവും. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആവാം, അല്ലെങ്കിൽ ചോയ്സ് കൊടുത്തിട്ടുള്ളതാവാം, പ്രയോറിറ്റി റാങ്കിങ് കൊടുത്തിട്ടുള്ളതാവാം. അങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. അത് ത്രൂ മെയിൽ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഇൻ്റർപ്രറ്ററോ അനലിസ്റ്റോ നിന്നുകൊണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് കളക്ട് ചെയ്യണതാവാം. അങ്ങനെ അവരുടെ മനസ്സിൽ എന്താണോ അത് നമ്മൾ ക്വസ്റ്റ്യനയറിലൂടെ കളക്ട് ചെയ്യണം. സെൽഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആവാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈമിനുള്ളിൽ ലാർജ് നമ്പർ ഓഫ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അധികം ചിലവ്, ഇൻഎക്സ്പെൻസീവും ആണ്. എന്നാൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മൊമെൻറ്റിൽ തന്നെ അവർ ഫ്രീ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അവരുടെ മനസ്സിലുള്ളത് മൊത്തത്തിൽ അതേപോലെ തന്നെ അവർ എക്സ്പ്രസ് ചെയ്തോളണം എന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ ടൈം കൺസ്യൂമിങ് അല്ല എന്ന് പറഞ്ഞാൽ തന്നെയും സർവേ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. പിന്നെ റിപ്ലൈക്ക് ആക്യുറസി കുറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു അവർ കൃത്യമായിട്ടുള്ള മറുപടി തന്നെ തന്നോളണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പോയിൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് ഗ്രൂപ്പിൻ്റെ. ഇനി മൂന്നാമത്തെ ടാസ്ക് ഐഡൻറ്റിഫിക്കേഷൻ. ഇവാലുവേറ്റിംഗ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ടു ഐഡൻറ്റിഫൈ ദ സാലിയൻറ്റ് ടാസ്ക് ദ ജോബ് റിക്വയേഴ്സ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ടാസ്ക് ഐഡൻറ്റിഫിക്കേഷനിൽ ചെയ്യുന്നത് ഒരു ജോലി ആവശ്യപ്പെടുന്ന എന്തൊക്കെയാണ് ആ ജോലിയുടെ പ്രത്യേകതകളെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഇനി വൺസ് ദ ട്രെയിനേഴ്സ് ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദോസ് ടാസ്ക് സ്പെസിഫിക് പ്ലാൻസ് ആർ ഡെവലപ്ഡ് ടു പ്രൊവൈഡ് ദ നെസസറി ട്രെയിനിങ്. ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കണ്ടാൽ നമുക്കറിയാം ആ ജോലിക്ക് എന്തൊക്കെ റിക്വയർമെൻ്റ് ഉണ്ട്, എന്തൊക്കെ സ്കില്ല് വേണമെന്നുള്ളത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്ലാൻസ് നമ്മൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ HR വീക്ക്നെസ്സസ്. ഹ്യൂമൻ റിസോഴ്സസ് മേ ഫൈൻഡ് വീക്ക്നെസ്സസ് എമംഗ് HR ആക്ടിവിറ്റീസ്. ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസിൽ ഒരുപാട് വീക്ക്നെസ്സുകൾ ഉണ്ടാവാം. ആ വീക്ക്നെസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കലാണ് ഈ പോയിന്റിൽ. അത് ഇൻഅപ്രോപ്രിയേറ്റ് പ്ലേസ്മെൻ്റ് ആവാം. ഒരു വ്യക്തിയെ അദ്ദേഹം അർഹിക്കുന്ന സ്ഥലത്തല്ലാതെ പ്ലേസ്മെൻറ്റ് നടത്താം. അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ഓറിയൻറ്റേഷൻ ആവാം, സെലക്ഷൻ ആവാം, റിക്രൂട്ടിംഗ് ആവാം. ഇതൊക്കെ മേ ലീഡ് വർക്കേഴ്സ് ഡെഫിഷ്യൻസി. ആ വർക്കേഴ്സിനെ ഡെഫിഷ്യൻസിയിലേക്കാണ് ഇതൊക്കെ നയിക്കുന്നത്. അപ്പോൾ എറേഴ്സ് ഇൻ ദീസ് ആക്ടിവിറ്റീസ് മേ സ്റ്റെം ഫ്രം വീക്ക്നെസ്സസ് ഇൻ HR പ്ലാനിങ്, ജോബ് ഡിസൈൻ ഓർ ദ HR ഇൻഫർമേഷൻ സിസ്റ്റം. ഇതൊക്കെ HR ആക്ടിവിറ്റീസിൽ വരുന്ന എറേഴ്സാണ്. ഈ ആക്ടിവിറ്റീസിൽ വരുന്ന എറേഴ്സ് എല്ലാം തന്നെ HR ഫങ്ഷൻസിനെ ബാധിക്കുന്ന വീക്ക്നെസ്സസ് ആണ്. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് മേ ബി നീഡഡ് ടു ഇൻക്രീസ് ദ വർക്കേഴ്സ് പെർഫോമൻസ് ആൻഡ് ഇറ്റ് മേ മോഡിഫൈ അതർ ആക്ടിവിറ്റീസ് ടു എൻഷുർ എ ബെറ്റർ ഫിറ്റ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് പെർഫോമൻസ്. അപ്പോൾ ആ പീപ്പിളും അവരുടെ പെർഫോമൻസ് തമ്മിൽ ഏറ്റവും നല്ലൊരു ഒരു ഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്യൂട്ടബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യലായിരുന്നു പോയിൻ്റ്. ഇനി അടുത്തത് അതർ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. ഇനി എങ്ങനെയൊക്കെ അറിയാം ട്രെയിനിങ്ങിൻ്റെ നീഡ്?
റിവ്യൂയിങ് അതർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഇതല്ലാതെ മറ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട്. ഈ മറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫറെൻറ്റ് റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്തിട്ടാവാം. റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റെക്കോർഡ് ആവാം, ക്വാളിറ്റി കൺട്രോൾ റിപ്പോർട്ട്സ് ആവാം, ഗ്രിവൻസസ് ആവാം, എംപ്ലോയീസിൻ്റെ സേഫ്റ്റി റിപ്പോർട്ട്സ് ആവാം, ആബ്സെൻറ്റീസം ആൻഡ് ടേൺ ഓവർ സ്റ്റാറ്റിസ്റ്റിക്സ് ആവാം, എക്സിറ്റ് ഇൻ്റർവ്യൂസ് ആവാം, നമ്മുടെ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന എംപ്ലോയീസിന് നടത്തുന്ന എക്സിറ്റ് ഇൻ്റർവ്യൂവിൽ നിന്നാവാം. അപ്പോൾ ഇത്തരം റിപ്പോർട്ട്സിൽ നിന്നൊക്കെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ഇറ്റ് മേ റിവീൽ പ്രോബ്ലംസ് ദാറ്റ് ഷുഡ് ബി അഡ്രസ്ഡ് ത്രൂ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എഫേർട്സ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും എന്താണ് നമ്മുടെ വീക്ക്നെസ്, എന്താണ് പ്രോബ്ലം. അപ്പോൾ ആ പ്രോബ്ലമൊക്കെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നികത്താനായിട്ട് സാധിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെഡിലി അവൈലബിൾ ആണ്. ആ റിപ്പോർട്ട് നോക്കിയാൽ ഉടനടി നമുക്ക് ആ പ്രശ്നങ്ങൾ കിട്ടും. പിന്നത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കറക്റ്റ് എവിഡൻസ്, എന്താണ് ആ പ്രോബ്ലം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്നുള്ളതിൻ്റെ കറക്റ്റ് എവിഡൻസ് ആ റിപ്പോർട്ടുകളിൽ ഉണ്ടാവും. പിന്നെ ഇറ്റ് ഈസ് കളക്റ്റഡ് വിത്ത് വെരി മിനിമം എഫേർട്സ്, അധികം എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. ആ പ്രീവിയസ് റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഡാറ്റ കിട്ടും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളതിനെ പാസ്റ്റ് സിറ്റുവേഷനെയാണ് നമ്മളവിടെ അനലൈസ് ചെയ്യാൻ പോണേ, അല്ലേ? എന്ന് വെച്ചാൽ കഴിഞ്ഞ് പോയപ്പോൾ പോണ എംപ്ലോയീസിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് മുൻപ് നമ്മുടെ കമ്പനി എന്തായിരുന്നു അതല്ലേ പറയണേ. അപ്പോൾ പാസ്റ്റ് ഡാറ്റ തന്നെയാണ് നമ്മളിവിടെ ചിക്കിച്ചകഞ്ഞ് എടുക്കാൻ പോണത്, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇതൊന്ന് പ്രോബ്ലം പഠിക്കണമെങ്കിൽ തന്നെ ഒരു സ്കിൽഡ് ഡാറ്റ അനലിസ്റ്റ് അവിടെ വേണം. റെക്കോർഡ്സ് നോക്കാം, പക്ഷേ ആ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു T&D ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡാറ്റ അനലിസ്റ്റ് അവിടെ ഉണ്ടാവണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയണത്. ഇനി 6th one, സൂപ്പർവൈസേഴ്സ്. Supervisors are the persons who observe the employees on daily basis, and supervisors may recommend an employee for training and development as a reward for good employees. നമുക്കിവിടെ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു എംപ്ലോയീനെ ഡെയിലി ബേസിൽ എന്നും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് സൂപ്പർവൈസർ. അപ്പോൾ ആ സൂപ്പർവൈസർ ഒരു നല്ല എംപ്ലോയീനെ, ഇയാളെ ഒന്നും കൂടി രൂപപ്പെടുത്തിയെടുത്താൽ പ്രൊമോഷനൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ കരുതാവുന്ന നല്ല എംപ്ലോയീസിനെ ആ സൂപ്പർവൈസർ തന്നെ റെക്കമെൻഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതാണ് അടുത്ത സോഴ്സ്. ട്രെയിനിങ് നീഡ്സ് അറിയാനുള്ള അടുത്ത സോഴ്സ് സൂപ്പർവൈസർ. 7th one, സെൽഫ് നോമിനേഷൻ. എന്താണ് സെൽഫ് നോമിനേഷൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ? എംപ്ലോയീസിന് അവരെ തന്നെ നോമിനേറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. എംപ്ലോയീസ് ആർ ആസ്ക്ഡ് ടു നോമിനേറ്റ് ദംസെൽസ് for training and development programs where they want difference in between their expected skill, knowledge and abilities and actual. അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണതും അവരുടെ ആക്ച്വലും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നിയാൽ അവർക്ക് തന്നെ നോമിനേറ്റ് ചെയ്യാം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഇത്രയാണ് നമ്മൾ എന്ത് പറയണേ, ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ്? അത് മിസ് വായിക്കേണ്ട കാര്യം കൂടി ഇല്ല, കാരണം ഇത്രയും നമ്മൾ നീഡ് എന്താ, ഇമ്പോർട്ടൻസ് എന്താ, അഡ്വാൻറ്റേജസ് അഥവാ യൂസസ് എന്താ, ഇതൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഇനി ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്താൽ മതി. ടു പ്രൊവൈഡ് ജോബ് റിലേറ്റഡ് നോളജ്, ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാനുള്ള അറിവ് സമ്പാദിക്കാൻ. ടു ഇമ്പാർട്ട് സ്കിൽ സിസ്റ്റമാറ്റിക്കലി, ആ ജോബ് ചെയ്യാനുള്ള സ്കില്ല് സിസ്റ്റമാറ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ട്രെയിനിങ് വേണം. ടു ബ്രിങ് ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വർക്കർ, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പാർട്ട് ഫ്രം ബിസൈഡ്സ് സ്കിൽ ആൻഡ് നോളജ്, അവിടെ നമ്മൾ ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആറ്റിറ്റ്യൂഡും ഔട്ട്ലുക്കും മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പിന്നെ ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനും എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും എന്ത് വേണം? ട്രെയിനിങ് വേണം. ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ്, ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് വേണം. മേക്ക് വർക്കേഴ്സ് ഹാൻഡിൽ മെഷീനറി എഫിഷ്യൻ്റ്ലി, മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ് നല്ല സൂക്ഷ്മമായിട്ട് എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിലും ട്രെയിനിങ് വേണം. ടു പ്രിപ്പയർ വർക്കേഴ്സ് ഫോർ പ്രൊമോഷൻ, പിന്നെ എന്ത് ചെയ്യണം? വർക്കേഴ്സിനെ പ്രൊമോഷന് വേണ്ടിയിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ട്രെയിനിങ് അത്യാവശ്യമാണ്.
So these are the objectives of training. So this is the end of today's session. Thank you.